Hello everyone, welcome to Computer Science Hub. Today's topic is CPU organization. So our subject computer fundamentals and HTML. അതായത് ഫസ്റ്റ് സെമസ്റ്റർ BSc കോംപ്ലിമെൻ്ററി അതല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ബി സി എയിൽ വരുന്ന പേപ്പറാണ് കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽസ് എന്നുള്ള പേപ്പർ. സോ ആ പേപ്പറിലെ സബ്ജക്റ്റാണ് ആ പേപ്പറിൽ വരുന്ന ടോപ്പിക്കാണിത് CPU ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മളിതിന് മുന്നേ മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായി. ദ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ, ദ വോൺ ന്യൂമാൻ മോഡൽ, അബൌട്ട് ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, എവറിത്തിങ് നമ്മൾ കവർ ചെയ്തതാണ്. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ട് CPU എന്ന ഓർഗനൈസേഷൻ നോക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ചിലപ്പോൾ ഫെമിലിയർ ആയിരിക്കാം ടേംസ്, എങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനുണ്ട് കേട്ടോ. സോ CPU ഓർഗനൈസേഷനിൽ നമ്മൾ ബസ്സസ് എന്താണ്, ദെൻ രജിസ്റ്റേഴ്സ്, ALU, കൺട്രോൾ യൂണിറ്റ്, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൺട്രോൾ യൂണിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. The central processing unit. We know that the CPU, what is CPU? It's a brain of computer. നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. So it is the brain of the computer. Its function is to execute program stored in the main memory by fetching their instructions, examining them, and then executing them one after another. അപ്പോൾ നോർമലി CPUവിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പ്രോഗ്രാം എക്സാണ് മാസ്റ്റർ അല്ലേ. എല്ലാ ഫംഗ്ഷൻസും കൺട്രോൾ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതെല്ലാം CPU ആണ്. സോ ഈ പ്രോഗ്രാമൊക്കെ സ്റ്റോർ ചെയ്യുക എവിടെയാണ്? മെമ്മറിയിലകത്തൊക്കെ ആയിരിക്കാം പ്രോഗ്രാം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിനെയൊക്കെ ഫെച്ച് ചെയ്യുക, അതൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, അതായത് എക്സാമിൻ ചെയ്യുക, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക, റിസൾട്ട് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആളാണ് CPU. Then CPU communicates with and often controls operations of other subsystem within the computer. അപ്പോൾ CPU നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള ബാക്കി എല്ലാ സബ്സിസ്റ്റംസ് ആയിട്ടും, അതായത് ഏതൊക്കെയാണ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി, അങ്ങനെയുള്ള എല്ലാവരായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും, അവരുടെ ഓപ്പറേഷൻസിനെല്ലാം കൺട്രോൾ ചെയ്യുകയും ചെയ്യും. CPU is made up of three major components. We are all familiar with that three major components. First one is register, second one is ALU, that is arithmetic and logic unit, third one is control unit or CU. So these components are connected by a bus, which is a collection of parallel wires for transmitting address, data and control signals. അപ്പോൾ ഇത് മൂന്നുമാണ് CPUവിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞു, കമ്പോണൻസ്. ആൻഡ് അതുപോലെ ഈ കമ്പോണൻസ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ദേ ആർ കണക്റ്റഡ് ബൈ എ കളക്ഷൻ ഓഫ് പാരലൽ വയേഴ്സ്. ദീസ് വയേഴ്സ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ബസ്. Okay, this bus are used for transmitting the signals, that is address signal, data, control, all these signals are transferred through this bus. അപ്പോൾ ഇതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ ഒരു ജനറൽ ഐഡിയ പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദ CPU വിത്ത് സിസ്റ്റം ബസ്. So this is our CPU contains three major parts: ALU, CU and registers, and these are the buses: control bus, data bus, address bus. Together they are known as system bus. Okay, so control bus sends control signals, address bus sends address signals, and data bus of course contains data. നമുക്കിനി ഓരോന്നും നോക്കണം കേട്ടോ ബസ് ഇൻ്റർകണക്ഷനിൽ. അപ്പോൾ ആദ്യം നമ്മൾ ബസ് ഇൻ്റർകണക്ഷൻ എന്താണെന്ന് പറയാനാണ് പോകുന്നത്. അതായത് ഇവരെല്ലാവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ബസ്. ദ വാരിയസ് പ്രോസസ്സർ ലെവൽ കമ്പോണൻസ് ലൈക്ക് CPU, cache, memory, IO within the computer system communicate via bus. A bus is a communication pathway connecting two or more devices. Key characteristics of a bus is that it is a shared transmission medium. Shared transmission medium ആണ് because the bus can be used for only one transfer at a time. Only two devices can actively use the bus at any given instant. Okay, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ബസ്സിനെ പറ്റിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് പാരലൽ വയേഴ്സ് ആണ് പറഞ്ഞു. അപ്പോൾ ഓരോ വയറിലും അറ്റ് എ ടൈം രണ്ട് പേർക്ക് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ടു ഡിവൈസസിന് മാത്രമാണ് അറ്റ് എ ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Bus actually consists of multiple communication lines. Each line is capable of transmitting signals representing binary 1 and 0. Over time, a sequence of binary digits can be transmitted across a single line. Taken together, several lines of a bus can be used to transmit binary digits in parallel. And 8-bit unit data can be transmitted over 8 bus lines.
അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? എല്ലാം സിമ്പിൾ പോയിന്റ്സ് ആണ് കേട്ടോ. ഒരുപാട് പോയിന്റ്സ് ഉണ്ടെന്നൊക്കെ വിചാരിക്കേണ്ട, ഒക്കെ സിമ്പിൾ പോയിന്റ്സ് ആണ്. സോ ബസ്സാണ് ഈ എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത്. ആൻഡ് ഈ ബസ് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആണ് ഉണ്ടായിരിക്കുക. ദെൻ ഓരോ ലൈനും അറ്റ് എ ടൈം ഒരു ബിറ്റ്, അതായത് ഐദർ 1 or 0 മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇവിടെ ഒരു പാർട്ടി ഉണ്ട്. സപ്പോസ് അത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആയിരിക്കാം. ദെൻ ഇവിടെ അടുത്ത ആളുണ്ട്, അത് മെമ്മറി ആയിരിക്കാം. അങ്ങനെ രണ്ട് ഡിവൈസ് തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നുള്ളൂ. അപ്പം ഇങ്ങനെ പാരലൽ കുറേ വയേഴ്സ് ഉണ്ടായിരിക്കും. അറ്റ് എ ടൈം ഈ ഒരു വയറിൽ കൂടെ ഐദർ 1 or 0 ഒരു ബിറ്റ് മാത്രമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ആൻഡ് ഓവർ ടൈം എടുത്ത്, അതായത് ഒരു ടൈമിൽ ഒരെണ്ണം സെൻഡ് ചെയ്തു, അടുത്ത ടൈമിൽ അടുത്ത് സെൻഡ് ചെയ്തു, അങ്ങനെ ടൈം എടുത്തിട്ട് നമുക്ക് മോർ ദാൻ 1 binary digits can be transmitted across a single line. A sequence of binary digits can be transmitted over this line. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ബസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈൻ അല്ല, കുറേ ലൈൻസ് ഉണ്ടായിരിക്കും. പാരലൽ വയേഴ്സ് ആണ് ഉണ്ടായിരിക്കുക, കുറേ ലൈൻസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്ക് അറ്റ് എ ടൈം തന്നെ ഓരോ ലൈനിൽ കൂടിയും ഓരോ ബിറ്റ്, അങ്ങനെ മൾട്ടിപ്പിൾ ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും സെയിം ടൈം. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഒരു 8-bit യൂണിറ്റ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 8 ബസ് ലൈൻസ് വേണം. അപ്പോൾ ഒരു ബസ് ലൈനിൽ ഒരു ഡാറ്റ എന്നുള്ള കണക്കിന് നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും സെൻഡ് ചെയ്യാം പാരലലി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ബസ് ലൈൻസ്. ഓക്കെ, ഇനി എ ബസ് ദാറ്റ് കണക്ട്സ് മേജർ കമ്പ്യൂട്ടർ കമ്പോണൻസ് ഇസ് നോൺ ആസ് സിസ്റ്റം ബസ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്തെ മേജർ കമ്പോണൻസിനെ എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു വലിയ ബസ് സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, ഇതാണ് മേജർ കമ്പോണൻസ്. സോ ഇവരെല്ലാം കണക്ട് ചെയ്യുന്ന ബസ്സാണ് സിസ്റ്റം ബസ്. എ സിസ്റ്റം ബസ് കൺസിസ്റ്റ് ഓഫ് ടിപ്പിക്കലി ഓഫ് 50 to 100 സെപ്പറേറ്റ് ലൈൻസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ ലൈനിന്, അങ്ങനെ 50 to 100 സെപ്പറേറ്റ് ലൈൻസ് ഉണ്ട് സിസ്റ്റം ബസ്സിനകത്ത്. ആൻഡ് ഈച്ച് ലൈൻ ഇസ് അസൈൻഡ് എ പെർട്ടിക്കുലർ മീനിങ് ഓർ ഫംഗ്ഷൻ. ഓക്കെ, the lines can be classified into 3 functional groups. അപ്പോൾ ഈ 50 to 100 separate lines collectively known as system bus, and these lines are classified into 3 functional groups. They are data bus, address bus, control bus, or data line, address line, control lines. Okay, for example ഒരു 38 അല്ലെങ്കിൽ 16, 32 ബിറ്റ് അങ്ങനെ ഉള്ള ലൈൻസ് എല്ലാം കൂടി ഒരു ഡാറ്റ. അതുപോലെ കുറച്ചൊരു 20, 50 ലൈൻസ് എല്ലാം കൂടിയിട്ട് ഒരു അഡ്രസ്സ്. ദെൻ അതുപോലെ കുറച്ചധികം ലൈൻസ്, ഒരു 10, 15 ലൈൻസ് എല്ലാം കൂടിയിട്ട് ഒരു കൺട്രോൾ. അങ്ങനെ ഈ ഒരു 50 to 100 ലൈൻസിനെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്യാണ്. ഓരോ ഗ്രൂപ്പിനും ഡാറ്റ ലൈൻ, അഡ്രസ് ലൈൻ, കൺട്രോൾ ലൈൻ, അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇൻ അഡീഷൻ ദർ മേ ബി പവർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ദാറ്റ് സപ്ലൈ ടു ദ അറ്റാച്ച്ഡ് മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് കാറ്റഗറി. ഇത് കൂടാണ്ട് വേറെയും ബസ് ലൈൻസ് ഉണ്ട്, അതായത് പവർ ഡിസ്ട്രിബ്യൂഷനൊക്കെ വേണ്ടിയിട്ടാണ് ആ ബസ് ലൈൻസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അപ്പോൾ ഇതാണ് ബസ് ഇന്റർകണക്ഷൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. അതായത് നമ്മുടെ മേജർ പാർട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. ഈ IO ഡിവൈസ് എന്ന് പറയുമ്പോൾ ഒരെണ്ണമായിരിക്കില്ല, കുറേ ഡിവൈസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എത്ര ഡിവൈസ് വേണമെങ്കിലും ആവാം. ദെൻ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവിടെ ഡാറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്, ടുഗദർ ദേ ആർ നോൺ ആസ് സിസ്റ്റം ബസ്. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ ബസ്സും, അപ്പോൾ ആദ്യം ഡാറ്റ ബസ് പറയാം. The data lines provide a path for moving data between system modules. ഇപ്പോൾ ഈ ഡാറ്റ ബസ് എന്തിനാ? ഡാറ്റാസ് സിസ്റ്റം മൊഡ്യൂൾസ് തമ്മിൽ ഡാറ്റ സെൻഡ് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഇത് മെമ്മറിയിലേക്ക്, മെമ്മറിയിൽ നിന്ന് രജിസ്റ്റേഴ്സിൽ CPUയിലേക്ക്, അങ്ങനെ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനാണ് ഡാറ്റ ബസ് ലൈൻസിൻ്റെ ഉദ്ദേശം. ആൻഡ് these data lines are collectively called as data bus. ടിപ്പിക്കലി ഉണ്ടാവുന്ന 8, 16, 32 സെപ്പറേറ്റ് ലൈൻസ് ആണ് ഒരു ഡാറ്റ ബസ്സിൽ ഉണ്ടാവുക കേട്ടോ. 8, 16, 32 അല്ലെങ്കിൽ 64 അങ്ങനെയാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് ലൈൻസ്, എത്ര നമ്പർ ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് വിഡ്ത്ത് ഓഫ് ഡാറ്റ ബസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതാണ് ഡാറ്റ ബസ്സിലോ, ഡാറ്റ ബസ്സിൽ ഒരു 8 ലൈൻസ് ആണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം 8 ബിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് 16 ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം എന്ത് പറ്റും? 16 ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഈ നമ്പർ ഓഫ് ലൈൻസിനെയാണ് നമ്മൾ ഡാറ്റ ബസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ നമ്പർ ഓഫ് ലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ട്രാൻസ്മിഷൻ്റെ സ്പീഡും എല്ലാം ഇരിക്കുന്നത്. ഓക്കെ, ദ അഡ്രസ് ലൈൻസ് എന്തിനാ? അതായത് അഡ്രസ്സ് കാണിക്കാനാണ്. അഡ്രസ് ലൈൻസിൽ എപ്പോഴും അഡ്രസ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ അഡ്രസ് ലൈൻസ് ആർ യൂസ് ടു ഡെസിഗ്നേറ്റ് ദ സോഴ്സ് ഓർ ഡെസ്റ്റിനേഷൻ ഓഫ് ഡാറ്റ ഓൺ ദ ഡാറ്റ ബസ്. അതായത് ഡാറ്റ ബസിൻ്റെ അകത്തൊരു ഡാറ്റ ഉണ്ടാവും, ആ ഡാറ്റയുടെ സോഴ്സോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനോ.
അത് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ആ ഡാറ്റ റീഡ് ചെയ്തിട്ട് ഡാറ്റാ ബസ്സിൽ വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഡാറ്റാ ബസ്സിൽ ഉണ്ടാവുന്ന ഡാറ്റ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്യേണ്ടി വരും. ആ ഒരു ലൊക്കേഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഈ അഡ്രസ് ബസ്സിനകത്ത് ഉണ്ടായിരിക്കുന്നത്. The width of address bus determines the maximum possible memory capacity of the system. ഓക്കെ, അഡ്രസ് ബസ്സിൻ്റെ വിഡ്ത്ത് ആണ് നമുക്ക് മെമ്മറി കപ്പാസിറ്റി, മാക്സിമം പോസിബിൾ മെമ്മറി കപ്പാസിറ്റി ഒക്കെ ഡിറ്റർമിൻ ചെയ്യണത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ വെറുതെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് അഡ്രസ് ബസ്സിൽ 3 ലൈൻസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. 3 ലൈൻസ് കൊണ്ട് നമുക്ക് എത്ര കോമ്പിനേഷൻസ് കിട്ടും? 2⁻³ കോമ്പിനേഷൻസ് കിട്ടും. അതായത് 8 കോമ്പിനേഷൻസ് കിട്ടും. നമുക്ക് എത്ര മെമ്മറി ലൊക്കേഷൻ ഉണ്ട്? 8 മെമ്മറി ലൊക്കേഷനാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മെമ്മറിയിൽ മാക്സിമം മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 ആയിരിക്കും. അതുപോലെ ഈ അഡ്രസ് ബസ്സിൽ എത്ര ബിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അഡ്രസ് ബസ്സിൻ്റെ വിഡ്ത്ത് എത്രയാണോ ആ വിഡ്ത്താണ് മാക്സിമം പോസിബിൾ മെമ്മറി കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. ലൈക്ക് ഇങ്ങനെയാണ് വരിക 2⁻² ആ വിഡ്ത്ത് എന്നുള്ള കണക്കിനാണ് അഡ്രസ്സിൻ്റെ കപ്പാസിറ്റി, മെമ്മറി കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇതിൽ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അഡ്രസ് ബസ്സിനകത്ത് അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ പറയുന്ന അഡ്രസ്സിലേക്ക് ഡാറ്റാ ബസ്സിലുള്ള കണ്ടന്റ് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഡാറ്റാ ബസ്സിലേക്ക് കണ്ടന്റ് റീഡ് ചെയ്യാം. അങ്ങനെ എന്ത് ഓപ്പറേഷൻ ആണെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇനി അടുത്തത് എന്താ? കൺട്രോൾ ആണ്. കൺട്രോൾ ഓക്കെ, കൺട്രോൾ ലൈൻസ് ട്രാൻസ്മിറ്റ് ബോത്ത് കമാൻഡ് ആൻഡ് ടൈമിംഗ് സിഗ്നൽ. അപ്പോൾ അഡ്രസ്സ് കഴിഞ്ഞു, ഡാറ്റ കഴിഞ്ഞു, ഇനി കൺട്രോൾ ബസ്സാണ്. ഈ കൺട്രോൾ ലൈൻസ് ഡാറ്റയും അതായത് കമാൻഡും ട്രാൻസ്മിറ്റ് ചെയ്യും, ടൈമിങ്ങും ഉണ്ട്. 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ പേര് തന്നെ നമുക്കറിയാം അല്ലേ, കൺട്രോൾ സിഗ്നൽസ് ആണ്, വിച്ച് മീൻസ് കമാൻഡ് സിഗ്നൽസ് ആണ് സെൻഡ് ചെയ്യുന്നത്. പക്ഷേ ദ സെൻഡ് ബോത്ത് കമാൻഡ് ആൻഡ് ടൈമിംഗ് സിഗ്നൽസ്, ടൈമിംഗ് ഉണ്ട് കൂടെ കേട്ടോ. The command signal specify operation to be performed. എന്ത് ഓപ്പറേഷൻ ആണെന്ന് പറയാനാണ് കമാൻഡ് സിഗ്നൽ. റീഡ് ആണോ റൈറ്റ് ആണോ അങ്ങനെ എന്താണ് ഓപ്പറേഷൻ സ്പെസിഫൈ ചെയ്യുന്നതാണ് കമാൻഡ് സിഗ്നൽസ്. ടൈമിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാലിഡിറ്റി ഓഫ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഇപ്പോൾ നമ്മളുടെ ഡാറ്റാ ബസ്സിനകത്തൊരു ഡാറ്റ വെച്ചു, അഡ്രസ് ബസ്സിനകത്തൊരു അഡ്രസ്സ് വെച്ചു, ആൻഡ് ഇവരൊക്കെ എത്ര സമയം വാലിഡ് ആണ് എന്നൊക്കെ കാണിക്കാനാണ് ഈ ടൈമിംഗ് സിഗ്നൽസ് പറയുന്നത്. ടിപ്പിക്കൽ കൺട്രോൾ ലൈൻസ്. നോർമലി നമ്മൾ കുറേ ടൈപ്സ് ഓഫ് കൺട്രോൾ ലൈൻസ് ഉണ്ട്, എന്നാലും കുറച്ച് നമ്മൾ വെറുതെ പറയുന്നു. ഫോർ എക്സാമ്പിൾ മെമ്മറി റൈറ്റ്, മെമ്മറി റീഡ്, IO റൈറ്റ്, IO റീഡ്, ക്ലോക്ക്, റീസെറ്റ്. ദീസ് ആർ ദ ടിപ്പിക്കൽ കൺട്രോൾ ലൈൻസ്. ഓക്കെ, അപ്പം മെമ്മറി റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണം. അതായത് ഡാറ്റാ ബസ്സിൽ ഒരു കണ്ടന്റ് ഉണ്ടാവും, അഡ്രസ് ബസ്സിൽ ഒരു അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ആ പറയുന്ന അഡ്രസ്സിലേക്ക് ഡാറ്റാ ബസ്സിലെ കണ്ടന്റിനെ റൈറ്റ് ചെയ്യാം. മെമ്മറി റീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണം. അതായത് അഡ്രസ് ബസ്സിൽ ഒരു അഡ്രസ്സ് ഉണ്ടാവും, ആ അഡ്രസ്സിൽ പോയി അവിടെ നിന്ന് റീഡ് ചെയ്ത് ഡാറ്റാ ബസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ IO റൈറ്റും IO റീഡും. IO റൈറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്യുക, ഇത് അതിൽ നിന്ന് റീഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറച്ച് സിഗ്നൽസ് ഉണ്ട്, ക്ലോക്ക്, റീസെറ്റ് ഒക്കെ. ഇതൊക്കെ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. എല്ലാ കമ്പോണൻസിനും വേണ്ട ടൈം സപ്ലൈ ചെയ്യുന്നവരാണ് ക്ലോക്ക് എന്ന് പറയുന്നത്, ക്ലോക്ക് സിഗ്നൽസ്. റീസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തന്നെ റീസെറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ 0 സെറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരുടെ വാല്യൂസും 0 ആക്കാൻ പറ്റുന്ന അതിനെയാണ് റീസെറ്റ് സിഗ്നൽ എന്ന് പറയാം. ഇത് കൂടാണ്ട് തന്നെ വേറെയൊക്കെ ഉണ്ട് കേട്ടോ, ഇൻറ്ററപ്റ്റ്, എക്നോളജ്മെൻറ്റ്, ബസ് ഗ്രാൻഡ്, ബസ് റിക്വസ്റ്റ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് കൺട്രോൾ സിഗ്നൽസ് അവൈലബിൾ ആണ്. ഓക്കെ, in a unibus system, if a large number of devices are connected to a single bus, performance will suffer. അതായത് നമുക്കിപ്പോൾ ആകെ ഒരൊറ്റ സിസ്റ്റം ബസ്സേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഡിവൈസസ്, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി, അങ്ങനെ CPU എല്ലാവരും കൂടി ഈ ഒരു ബസ്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടെ, ഒരു ബസ്സിൽ അറ്റ് എ ടൈം എന്താ 2 ഡിവൈസിന് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ വരുമ്പോൾ പെർഫോമൻസ് കുറയും. ഓരോരുത്തരുടെ കഴിഞ്ഞിട്ട് വേണം അടുത്ത ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സോ ഓഫ് കോഴ്സ് പെർഫോമൻസ് വിൽ സഫർ. അതുകൊണ്ട് തന്നെ ടു അവോയ്ഡ് ദിസ് സ്മോൾ സിസ്റ്റംസ് യൂസ് മൾട്ടിപ്പിൾ ബസ്സസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് സിസ്റ്റം വിത്ത് സിസ്റ്റം ബസ് ആൻഡ് IO ബസ്. ഒരു എക്സാമ്പിളാണിത്. അതായത് സിസ്റ്റം ബസ്സാണ് യൂസ് ചെയ്യുന്നത്, CPU, മെമ്മറി ഒക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിസ്റ്റം ബസ്സാണ്. ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിന് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ലോക്കൽ ബസ് ഉണ്ട്, IO ബസ് ഉണ്ട്. ഈ IO ബസ് സിസ്റ്റം ബസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു IO ബസ് കൺട്രോളർ എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എല്ലാം സിസ്റ്റം ബസ്സിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റിനെയും അവരുടെ ഡിവൈസസിനെ എല്ലാം മാനേജ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് ബസ് കൊടുത്തിരിക്കുകയാണ്, IO ബസ്. ഈ IO ബസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു IO ബസ് കൺട്രോളറും ഉണ്ട്. അപ്പോൾ ഈ കൺട്രോളറാണ് സിസ്റ്റം ബസ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
അപ്പോൾ ഇത്രയാണ് ബസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പാരലൽ കളക്ഷൻ ഓഫ് വയേഴ്സ് ആണ്. അറ്റ് എ ടൈം എ സിംഗിൾ ബിറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ ദിസ് ബസ്, ബട്ട് ഓവർ ടൈം സീക്വൻസ് ഓഫ് ബിറ്റ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്. ദെൻ അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് communication pathway is known as system bus, which connects all the major parts like CPU, memory, input-output devices. The system bus consists of up to 50 to 100 separate lines, and these lines are categorized into 3 functional groups. They are data, address, and control. And അതൊക്കെ നമ്മൾ പറഞ്ഞു. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു സിംഗിൾ ബസ് ആണെങ്കിൽ പെർഫോമൻസ് വിൽ സഫർ. സോ ടു അവോയ്ഡ് ദിസ് സ്മോൾ സിസ്റ്റംസ് യൂസ് മൾട്ടിപ്പിൾ ബസ്സസ്. ഇത്രയാണ് ബസ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത രജിസ്റ്റേഴ്സ്. സി പി യുവിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻ്റ് ആണ് രജിസ്റ്റേഴ്സ്. ദേ ആർ ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് വിത്തിൻ ദ സി പി യു വേർ ദ ഡാറ്റ ഫെച്ച്ഡ് ഫ്രം ദ മെമ്മറി ക്യാൻ ബി ഹെൽഡ്. അപ്പോൾ അവർ ടെമ്പററി ലൊക്കേഷൻസ് ആണ്, സി പി യുവിൻ്റെ ഉള്ളിലുള്ള ടെമ്പററി ലൊക്കേഷൻസ് ആണ്. നമ്മൾ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന ഡാറ്റയൊക്കെ ഇതിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് സെവറൽ ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഈച്ച് ഡിസൈൻ ടു പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ രജിസ്റ്റേഴ്സിൻ്റെ ഡ്യൂട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുക, ദെൻ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യുക, ദെൻ റിസൾട്ട് ഫൈനൽ റിസൾട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോകുന്നേക്കാൾ മുന്നേ ഫൈനൽ റിസൾട്ടിനെ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നേക്കാൾ മുന്നേ ഫൈനൽ റിസൾട്ടിനെ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ടെമ്പററി സ്റ്റോറേജ് ഒക്കെ ചെയ്യുന്നത് രജിസ്റ്റേഴ്സ് ആണ്. ആൻഡ് സി പി യുവിൻ്റെ അകത്ത് സെവറൽ ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അതിൽ കുറച്ച് ടൈപ്സ് മേജർ ബേസിക് കമ്പ്യൂട്ടർ രജിസ്റ്റേഴ്സ് ഒരു 8 രജിസ്റ്റേഴ്സ് നമ്മൾ പറയും. അപ്പോൾ ആ മേജർ ടൈപ്സ് എന്താണ്, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ അക്യുമുലേറ്റർ. അക്യുമുലേറ്റർ ഇസ് ദ പ്രോസസർ രജിസ്റ്റർ എന്ന് പറയാം. ഇറ്റ്സ് എ ജനറൽ പർപ്പസ് പ്രോസസ്സിംഗ് രജിസ്റ്റർ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പ്യൂട്ടേഷൻസും ചെയ്യുന്ന അക്യുമുലേറ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ALU അരിത്മെറ്റിക് ലോജിക് യൂണിറ്റിന് വേണ്ട ഒരു അഡീഷൻ പെർഫോം ചെയ്യണം, അങ്ങനെ വേണമെങ്കിൽ അതിന് വേണ്ട ഡാറ്റാസ് ഈ അക്യുമുലേറ്റർ രജിസ്റ്ററിലാണ് സ്റ്റോർ ആക്കുന്നത്. ഇന്റർമീഡിയറ്റ് റിസൾട്ട് വരുമ്പോഴും ഓക്കെ. അക്യുമുലേറ്റർ ഹോൾഡ്സ് ദ ഇനീഷ്യൽ ഡാറ്റ ടു ബി ഓപ്പറേറ്റഡ് അപ്പോൺ the intermediate results and also the final results of the processing. Okay. ഇപ്പോൾ ALU ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. അതായത് ഡാറ്റ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡാറ്റ, ഇന്റർമീഡിയറ്റ് റിസൾട്ട്, അതുപോലെ ഫൈനൽ റിസൾട്ട് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് അക്യുമുലേറ്റർ ആണ്. ആൻഡ് ചിലപ്പോൾ മോർ ദാൻ 1 അക്യുമുലേറ്റർ രജിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം ഒരു സിസ്റ്റത്തിൽ കേട്ടോ. ദെൻ പ്രോഗ്രാം കൗണ്ടർ ഓർ PC. പ്രോഗ്രാം കൗണ്ടർ ഒക്കെ നമ്മൾ ഇനി വരുന്ന ഇപ്പോൾ ബേസിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ എപ്പോഴും വരുന്നതാണ് ഈ പ്രോഗ്രാം കൗണ്ടർ. അതായത് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ആണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിൽ ഡിസ്പ്ലേ കാണിക്കുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടില്ലേ, ഓരോ ലൈനാണ് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഓക്കെ. സോ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് അടുത്തതിൻ്റെ അഡ്രസ്സാണ്, അടുത്തത് വരാൻ പോകുന്നതിൻ്റെ അഡ്രസ്സാണ്. കണ്ടോ, ഇയാളുടെ കണ്ടന്റ് ആണ് എൻ്റെ പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരുന്നിരിക്കുക. ആൻഡ് ഇനിയിപ്പോൾ ഞാൻ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലൈനാണ്. പക്ഷേ അപ്പോൾ നെക്സ്റ്റ് ലൈനിൻ്റെ അഡ്രസ്സ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കുക. ലൈക്ക് ഇതാ ഈ ഒരു ലൈനായിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടായിരിക്കുന്നത്. അത്രയേ ഉള്ളൂ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. PC ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ അയാളുടെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത്. അഡ്രസ്സാണ് കേട്ടോ, ഒരിക്കലും ഇൻസ്ട്രക്ഷനെ അല്ല പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ് ചെയ്യുന്നത്. അതാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോഴ്സ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അല്ലാണ്ട് തെറ്റിയിട്ട് പലപ്പോഴും ഇത് സ്റ്റോഴ്സ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് എന്ന് പറയാൻ പാടില്ല. ആൻഡ് ദിസ് വേർഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. PC holds the address of the next instruction to be executed. അടുത്തത് എന്താ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അപ്പോൾ ഈ പേര് തന്നെ അറിയാം എന്താ, മെമ്മറിയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അപ്പോൾ നമുക്ക് വേണ്ട മെമ്മറി ലൊക്കേഷൻ്റെ, അതല്ല ഇപ്പോൾ ഓപ്പറാൻഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ളതായിരിക്കാം, ഏതാണോ ആ മെമ്മറി ലൊക്കേഷൻ അവർക്ക് ആവശ്യമുള്ള മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് MAR, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അതുപോലെയുള്ള അടുത്ത രജിസ്റ്ററാണ് MBR, മെമ്മറി ബഫർ രജിസ്റ്റർ. MAR ഹോൾഡ്സ് അഡ്രസ് ഓഫ് ദ ആക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ. നമ്മൾ പറഞ്ഞല്ലോ ആക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് MAR ഹോൾഡ് ചെയ്യുക. MBR എന്ന് പറയുന്നത് കണ്ടന്റ് ഓഫ് ദ മെമ്മറി വേർഡ് റീഡ്. ഓക്കെ. അപ്പോൾ MARൽ അഡ്രസ്സ് വെച്ചാൽ MBRൽ ഡാറ്റയാണ് ഉണ്ടാവുക. കണ്ടന്റ്സ് ഓഫ് ദ മെമ്മറി വേർഡ് റീഡ് ഫ്രം ഓർ റിട്ടേൺ ഇൻ മെമ്മറി. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തതോ അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് റീഡ് ചെയ്യാനായിട്ടുള്ളതോ ആയിട്ടുള്ള മെമ്മറി വേർഡ് സ്റ്റോർ ചെയ്യുന്നതാണ് MBR, മെമ്മറി ബഫർ രജിസ്റ്റർ.
A word to be stored in a memory location must first be transferred to the MPR from where it is written into memory. Okay. ഇപ്പോൾ നമ്മുടെ മെമ്മറിയിലേക്ക് ഒരു വേർഡ് നമുക്ക് സ്റ്റോർ ചെയ്യണം എന്ന് വിചാരിക്കാം. അത് ആദ്യം അത് സ്റ്റോർ ചെയ്യുക ബഫർ രജിസ്റ്ററിലേക്കാണ് എഴുതേണ്ടത്. മെമ്മറി ബഫർ രജിസ്റ്ററിലേക്കാണ് ആദ്യം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആൻഡ് മെമ്മറി ബഫർ രജിസ്റ്റർ ആണ് അത് മെമ്മറിയിൽ, പേര് തന്നെ അറിഞ്ഞൂടെ, മെമ്മറി ബഫർ. മെമ്മറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ളൊരു ബഫറിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് വരുന്ന ഡാറ്റ ആദ്യം ബഫറിലായിരിക്കും ഉണ്ടാവുക, അവിടെ നിന്നാണ് ബാക്കിയുള്ളിടത്തേക്ക് പോകുന്നത്. IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. So PC എന്ന് പറയുന്നത് program counter next instruction, address of next instruction to be executed, and here this IR holds the current instruction that is being executed. So ഇവിടെ address അല്ല, it holds the current instruction that is being executed. As soon as the instruction is stored in the IR, the operation part and the address part of the instruction are separated. So instruction രജിസ്റ്ററിൻ്റെ അകത്ത് IRൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ, കറണ്ട് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് കറണ്ട് ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതായത് അതിലെ ഓപ്പറേഷൻ പാർട്ട് ഏതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡീഷൻ ചെയ്യണം, നമുക്ക് ആഡ് 5 to 2 നമ്പർ ആഡ് ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ ആദ്യം നോക്കുക ഓപ്പറേഷൻ പാർട്ട് ഏതാണ്, എന്താണ് ഓപ്പറേഷൻ. അപ്പോൾ അഡീഷൻ ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ഓപ്പറാൻസ് എന്തൊക്കെയാണ്, അതായത് ആരുടെയാണ് ഈ അഡീഷൻ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ 5 2 എന്നുള്ള പാർട്ട് കിട്ടി. അപ്പോൾ ഇതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ അകത്ത് കറണ്ട് ഇൻസ്ട്രക്ഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ അപ്പോൾ തന്നെ അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, അഡ്രസ് പാർട്ടും ഓപ്പറേഷൻ പാർട്ടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. The address part of the instruction is sent to memory address register, while its operation part is sent to the control section, where it is decoded and interpreted, and ultimately command signals are generated to carry out the task specified by the instruction. ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ പാർട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് IRൻ്റെ അകത്ത് ഓപ്പറേഷൻ പാർട്ടും ഉണ്ട്, അഡ്രസ് പാർട്ടും ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ അഡീഷൻ എന്നാണ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഓപ്പറേഷൻ പാർട്ടിൽ ഉണ്ടാവുക. അഡ്രസ് എന്ന് പറയുന്നത് ഏത് ഡാറ്റയ്ക്കാണ് ആഡ് ചെയ്യേണ്ടത് അവരുടെ കണ്ടന്റും ഉണ്ടായിരിക്കും, അവരുടെ അഡ്രസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അഡ്രസ്സ് നമ്മൾ അപ്പം തന്നെ എവിടേക്ക് കൊടുക്കും, മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് കൊടുക്കും. അപ്പം എനിക്ക് 2 ഉം 3 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 ഉം 3 ഒക്കെ അഡ്രസ്സ് ഞാൻ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് കൊടുത്തു. ദെൻ ഓപ്പറേഷൻ പാർട്ട് എന്ന് പറയുന്നത് ആഡ് എന്നാണല്ലോ ഓപ്പറേഷൻ പാർട്ട്. ഓപ്പറേഷൻ പാർട്ട് നമ്മൾ CPU-ൻ്റെ കൺട്രോൾ സെക്ഷനിലേക്ക് കൊടുക്കും. കൺട്രോൾ സെക്ഷനിൽ ഇത് ഡീകോഡ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യും. അതായത് നമ്മൾ അതിന് വേണ്ട അഡീഷൻ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമല്ലോ, സിഗ്നൽസ് കൊടുക്കണം. സോ കൺട്രോൾ സിഗ്നൽസ് ഓർ കമാൻഡ് സിഗ്നൽസ് ആർ ജനറേറ്റഡ് ടു ക്യാരി ഔട്ട് ദ ടാസ്ക് സ്പെസിഫൈഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം, IR കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ IRൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത് കറണ്ട് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആണ് IRനകത്ത് ഉണ്ടാവുക. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ കിട്ടിയ വഴിക്ക് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാണ്. അഡ്രസ് പാർട്ട് മാറ്റി, അഡ്രസ് പാർട്ട് മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് കൊണ്ടുപോയി. അതുപോലെ കൺട്രോൾ പാർട്ട്, ഓപ്പറേഷൻ പാർട്ട് CPU-ൻ്റെ കൺട്രോൾ സെക്ഷനിലേക്ക് പോകും. അവരത് എക്സാമിൻ ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഈ അഡീഷൻ, അതായത് ആ ഒരു ഓപ്പറേഷൻ എന്താണോ അത് പെർഫോം ചെയ്യാൻ വേണ്ട കമാൻഡ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് IO രജിസ്റ്റർ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇൻപുട്ട് രജിസ്റ്റർ ഒരെണ്ണം, ഔട്ട്പുട്ട് രജിസ്റ്റർ ഒരെണ്ണം. നമ്മൾ INPR OUTR എന്നൊക്കെ പറയും. സോ ദീസ് രജിസ്റ്റേഴ്സ് ആർ ജനറലി യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് IO ഡിവൈസസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്തു, അപ്പോൾ ആ ഡാറ്റ നേരെ സ്റ്റോർ ചെയ്യുന്നത് ആദ്യം പോവുക അക്യുമുലേറ്ററിലേക്കോ മെമ്മറിയിലേക്കോ ഒന്നുമല്ല പോവുക. ആദ്യം അത് ഇൻപുട്ട് രജിസ്റ്റർ ഉണ്ട് INPRലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് ബാക്കി സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. സോ ദിസ് ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ് ആർ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് IO ഡിവൈസസ്. All input information such as instructions and data is transferred to this register by an input device. Similarly, all output information to be transferred to an output device is found in this register. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് മോണിറ്ററിലോട്ട് ഞാനിപ്പോൾ സപ്പോസ് ഈ ഒരു കുഞ്ഞൊരു ലൈൻ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടത് ഞാൻ ആദ്യം ഔട്ട്പുട്ട് രജിസ്റ്ററിലേക്കാണ് കൊടുക്കുക. അവിടെ നിന്നാണ് അത് മോണിറ്ററിലേക്ക് ട്രാൻസ്ഫർ വരുന്നത്. ഇതാണ് അബൌട്ട് ദിസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് രജിസ്റ്റേഴ്സ്. സോ രജിസ്റ്റേഴ്സ് എന്നുള്ള കാറ്റഗറി കഴിഞ്ഞു കേട്ടോ. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. നമ്മളുടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും ഇന്റർമീഡിയറ്റ് റിസൾട്ടിനും ഫൈനൽ റിസൾട്ട് സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ളതാണ് രജിസ്റ്റേഴ്സ്. മെയിൻലി ദർ ആർ 8 ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് ദ അക്യുമുലേറ്റർ, ജനറൽ പർപ്പസ് ആണ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ പ്രോഗ്രാം കൗണ്ടർ, സ്റ്റോർസ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, പ്രോഗ്രാം കൗണ്ടർ. ദെൻ തേർഡ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, അഡ്രസ് ഓഫ് ദ മെമ്മറി. അടുത്തത് മെമ്മറി ബഫർ രജിസ്റ്റർ, കണ്ടൻസ് ടു ബി റീഡ് ഓർ റിട്ടൺ ഇൻ ടു ദ മെമ്മറി. ദെൻ
പിന്നെ വരുന്നത് IR ആണ്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്, ഇത് ഹോൾഡ്സ് ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ. ദെൻ ഇൻപുട്ട് രജിസ്റ്റർ, ഔട്ട്പുട്ട് രജിസ്റ്റർ. ഇൻപുട്ട് രജിസ്റ്റർ എന്താ, നമ്മൾ ജനറലി ഇൻപുട്ട് ഔട്ട്പുട്ട് രജിസ്റ്റർ അല്ലെങ്കിൽ IO രജിസ്റ്റർ എന്ന് പറയും. ഇറ്റ്സ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ IO ഡിവൈസസ്. നെക്സ്റ്റ് അടുത്ത കാറ്റഗറി ആണ് രജിസ്റ്റേഴ്സ് കഴിഞ്ഞു അല്ലേ. പിന്നെ CPU അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്, ALU. The various circuits used to execute data processing instructions are usually combined in a single circuit called an ALU. It performs all the arithmetic and logical and other processing operations. All of the other elements of computer system, the control unit, register, memory, IO, are there mainly to bring data into ALU for it to process and to take back the result. ഓക്കെ, അപ്പോൾ ALU ആണ് എല്ലാം പെർഫോം ചെയ്യുന്ന ആൾ. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്, ആ ALUവിന് വേണ്ട ഡാറ്റ കൊടുക്കുന്നു, ALU പെർഫോം ചെയ്ത് കിട്ടുന്ന റിസൾട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ അങ്ങോട്ട് വേണ്ട ഡാറ്റ കൊടുക്കലും വാങ്ങലും ചെയ്യുന്ന ആൾക്കാരാണ് ബാക്കിയുള്ളവരൊക്കെയും. ALU ആണ് എല്ലാ പ്രോസസ്സും ഒറ്റയ്ക്ക് ചെയ്യുന്ന ആൾ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. ALU will also set flags as a result of operation in registers within the CPU. അപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യൽ മാത്രമല്ല, അതുപോലെ ഫ്ലാഗ് സെറ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയും. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്നത് ALU തന്നെയാണ്. ഇപ്പോൾ ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ, അതായത് ബേസിക് ആകുമ്പോഴാണ് നമുക്കൊരു ഓവർലോഡൊക്കെ വരും. അതായത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്തു, ഒരു അഡീഷൻ ചെയ്ത് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, അത് ആ ഹോൾഡ് ചെയ്യുന്ന രജിസ്റ്ററിനെക്കാട്ടും വലിയ സൈസായി, അപ്പോൾ ഓവർഫ്ലോ ആണ്. അപ്പോൾ ആ ഓവർഫ്ലോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, യൂസറിന് മനസ്സിലാവും. നമുക്ക് എറേഴ്സൊക്കെ വരില്ലേ ചിലപ്പോഴൊക്കെ, അപ്പോൾ എറേഴ്സൊക്കെ വരുന്നത് ഇങ്ങനെ ഓവർഫ്ലോ കാണിക്കാൻ എറേഴ്സ് വരാം. അതല്ലെങ്കിൽ ഡിവൈഡ് ബൈ 0 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറേഴ്സൊക്കെ വരില്ലേ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യുന്നത് ALU, അങ്ങനത്തെ കാര്യങ്ങളും ALU തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ALU പെർഫോംസ് ഓൾ ദിസ് ഓപ്പറേഷൻസ്, ഓൾസോ സെറ്റ് ഫ്ലാഗ്സ്. ഈ 2 പോയിന്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ALU കണ്ടെയ്ൻസ് വാരിയസ് ഫങ്ഷണൽ യൂണിറ്റ് സച്ച് ആസ്, ഈ ഒരു ALUവിൻ്റെ അകത്ത് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ ആൾക്കാരുണ്ട്. ആഡർ യൂണിറ്റ് ഉണ്ട്, പെർഫോംസ് സൈൻഡ് ഫുൾ വേർഡ് ഇൻറ്റിജർ നമ്പേഴ്സ്, അഡീഷൻ പെർഫോം ചെയ്യുന്നു. ഷിഫ്റ്റ് യൂണിറ്റ് ഉണ്ട്, കുറേ ഷിഫ്റ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, ലൈക്ക് ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ്, അങ്ങനെ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ. ലോജിക് യൂണിറ്റ്സ് മീൻസ് ഓൾ ദ ബൂളിയൻ ലോജിക് ഓപ്പറേഷൻസ്. മൾട്ടിപ്ലൈ യൂണിറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഡിവിഷൻ യൂണിറ്റ് ഉണ്ട്, ഡിവിഷന് വേണ്ടിയിട്ട്. ബ്രാഞ്ച് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, കമ്പാരിസൺ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അങ്ങനത്തെ കമ്പാരിസന് വേണ്ടിയിട്ട്. ജമ്പ്, ബ്രാഞ്ചിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്, എല്ലാ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസും ചെയ്യുന്നവരാണ്. ഡെസിമൽ അരിത്തമെറ്റിക് യൂണിറ്റ്, അതായത് BCD എന്ന് പറയും, ബൈനറി കോഡഡ് ഡെസിമൽ. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ്, നമ്മൾ ബൈനറി ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അവരുടെ ആഡിങ്, സബ്ട്രാക്ഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണം സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്. സോ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് ഒരു ALU ആണ് എല്ലാം പെർഫോം ചെയ്യാന്ന് പറഞ്ഞു. ആൻഡ് അങ്ങനെ പെർഫോം ചെയ്യാൻ ALU കണ്ടെയ്ൻസ് വേരിയസ് ഫങ്ഷണൽ യൂണിറ്റ്സ്, ആൻഡ് ദീസ് ആർ സം ഓഫ് ദിസ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ALU. Next, last category is control unit. Okay, so far we have discussed bus, then register, then arithmetic and logic unit, control unit ആണ് അടുത്തത്. കൺട്രോൾ യൂണിറ്റ് എന്താ, പേര് തന്നെ അറിയാം, എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഈവൻ CPU-നെ തന്നെ, അതായത് ALU-നെ, രജിസ്റ്റേഴ്സിനെ, ആരൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം വേണ്ട, അങ്ങനെ വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ദിസ് കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ്സ് കൺട്രോൾ സിഗ്നൽസ്. ദീസ് കൺട്രോൾ സിഗ്നൽസ് ആർ യൂസ്ഡ് ടു കൺട്രോൾ എവറിത്തിങ്. ഓക്കെ, ദ കൺട്രോൾ യൂണിറ്റ് പെർഫോംസ് 2 ബേസിക് ടാസ്ക്. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് സീക്വൻസിങ്. സീക്വൻസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു, അത് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ 1 by 1 ആയിട്ട് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസ് കൂടെ സ്റ്റെപ്പ് ത്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് CPU-നെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ യൂണിറ്റിൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ. കൺട്രോൾ യൂണിറ്റ് കോസസ് ദ CPU ടു സ്റ്റെപ്പ് ത്രൂ series of micro operations. Okay, step through series of micro operations in the proper sequence based on the program being executed. Okay, അപ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനെ ബേസ് ചെയ്ത് 1 by 1 ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൂടിയും പോകാൻ വേണ്ടിയിട്ട് CPU-നെ ഹെൽപ്പ് ചെയ്യുക കൺട്രോൾ യൂണിറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് സീക്വൻസിങ്. അടുത്തത് എന്താ, ഓരോ ഇൻസ്ട്രക്ഷനിൽ കൂടെ പോയാൽ മാത്രം പോരാ, പോകുന്ന ഇൻസ്ട്രക്ഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണം. The control unit causes each micro operation to be performed. ആ ഒരു എക്സിക്യൂഷൻ ആണ് അടുത്തത്. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് 2 ഫംഗ്ഷനുള്ളത്. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 by 1 ആയിട്ട് എല്ലാ ഇൻസ്ട്രക്ഷനിലേക്കും എത്തുക എന്നുള്ളതാണ്, സീക്വൻസ് ചെയ്യുക എന്നുള്ളത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആ ഇൻസ്ട്രക്ഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതുമാണ്. ഫോർ ദ കൺട്രോൾ യൂണിറ്റ് ടു പെർഫോം ഇറ്റ്സ് ഫംഗ്ഷൻ
it must have inputs that allow it to determine the state of the system and output that allow it to control the behavior of the system. ഇപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിന് ഈ പറഞ്ഞ സീക്വൻസിങ്ങും എക്സിക്യൂഷനും ഒക്കെ ചെയ്യണമെങ്കിൽ അതിന് രണ്ടാൾക്കാർ വേണം. ഒരെണ്ണം എന്ന് പറയുന്നത് ഇൻപുട്ടാണ്. കൺട്രോൾ യൂണിറ്റിന് ഇൻപുട്ട് കൊടുത്താലാണ് അത് നമ്മുടെ കറണ്ട് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഒക്കെ കൺട്രോൾ യൂണിറ്റ് മനസ്സിലാവുള്ളൂ. ആൻഡ് അതുപോലെ കൺട്രോൾ യൂണിറ്റ് തരുന്ന ഔട്ട്പുട്ട് ഉണ്ടായിരിക്കണം. ആ ഔട്ട്പുട്ടാണ് നമ്മളുടെ മൊത്തം സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഫോർ കൺട്രോൾ യൂണിറ്റ് ടു പെർഫോം ഇറ്റ്സ് ഫംഗ്ഷൻ ഇറ്റ് മസ്റ്റ് ഹാവ് ഇൻപുട്സ്. ഇൻപുട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിൻ ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, കറണ്ട് സിസ്റ്റം സ്റ്റേറ്റ് മനസ്സിലാക്കാനാണ്. ദെൻ ഔട്ട്പുട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇത്രയും നോക്കിയാൽ മതി. ഒരു കൺട്രോൾ യൂണിറ്റ് പെർഫോം ചെയ്യാൻ ഇൻപുട്ടും വേണം ഔട്ട്പുട്ടും വേണം. ആൻഡ് അത് മാത്രം പോരാ, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്പെസിഫിക്കേഷൻ ആണ്. ദെൻ കൺട്രോൾ യൂണിറ്റ് ഇന്റേണലി എന്ത് വേണം, ലോജിക്കൽ സർക്യൂട്ട് വേണം, റിക്വയർഡ് ടു പെർഫോം ഇറ്റ് സീക്വൻസിങ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷൻസ്. കൺട്രോൾ യൂണിറ്റിൻ്റെ രണ്ട് ഫംഗ്ഷനാണ് സീക്വൻസിങ് എക്സിക്യൂഷനും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ട ലോജിക്കൽ സർക്യൂട്ട് കൺട്രോൾ യൂണിറ്റിൻ്റെ അകത്ത് വേണം. ദെൻ പുറത്തേക്ക് എന്താ വേണ്ടത്, ഇൻപുട്ടും വേണം ഔട്ട്പുട്ടും വേണം. ലെറ്റ്സ് ചെക്ക് വാട്ട് ആർ ദ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദിസ് കൺട്രോൾ യൂണിറ്റ്. സോ ദിസ് ഇസ് ദ ഓർഗനൈസേഷൻ. കൺട്രോൾ യൂണിറ്റ് ഓർഗനൈസേഷൻ പറയുമ്പോൾ ഇതാണ് ഫിഗർ. ഇപ്പോൾ കൺട്രോൾ യൂണിറ്റ് ഇതാണ്. കൺട്രോൾ യൂണിറ്റിലേക്ക് വരുന്ന ഇൻപുട്ട് ഏതൊക്കെയാണ്? അതെ, ഒരെണ്ണം ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ നമുക്ക് കാണാനുണ്ട്. ദെൻ ഫ്ലാഗ്സ് കാണാനുണ്ട്, ക്ലോക്ക് ഉണ്ട്. അതുപോലെ ഇൻപുട്ട് വരുന്നത് ഇതാ കൺട്രോൾ സിഗ്നൽസ് ഫ്രം കൺട്രോൾ ബസ്, സിസ്റ്റം ബസ്സിൽ നിന്ന് വരുന്ന കൺട്രോൾ സിഗ്നൽസ് ഉണ്ട്. അപ്പം ഇത്രയാണ് ഇൻപുട്ട് കാണുന്നത്. എൻ്റെ രണ്ട് ഔട്ട്പുട്ട് പറയാം അവിടെ അല്ലേ. നമുക്ക് ആദ്യം ഇൻപുട്ട് നോക്കാം. ദ ഇൻപുട്സ് ഓഫ് ദ കൺട്രോൾ യൂണിറ്റ്. ഫസ്റ്റ് വൺ ക്ലോക്ക്. ഇപ്പം ക്ലോക്ക് ആണ് നമുക്ക് വേണ്ട, ഈ ഒരു കമ്പ്യൂട്ടറിനൊക്കെ വേണ്ട ടൈമിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലോക്കാണ്. ഓരോ ക്ലോക്ക് പൾസിൽ ഓരോ എക്സിക്യൂഷനാണ് നടക്കുക. അപ്പോൾ ദിസ് ഇസ് ഹൗ ദ കൺട്രോൾ യൂണിറ്റ് കീപ്സ് ടൈം. സോ ടൈമിങ് നമുക്ക് ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ടൈം നോക്കുന്ന ക്ലോക്കിലല്ലേ. അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ വർക്കിങ്ങിന് വേണ്ട ടൈമിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ ക്ലോക്കാണ്. ക്ലോക്ക് സിഗ്നൽസ് എന്ന് പറയും. ദ കൺട്രോൾ യൂണിറ്റ് കോസസ് 1 micro operation to be performed for each clock pulse. So this 1 micro operation or a set of simultaneous micro operations to be performed for each clock pulse. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ ക്ലോക്ക് പൾസിലും ഓരോ ഓപ്പറേഷനായിട്ട് വർക്ക് ചെയ്യാനായിരിക്കും കൺട്രോൾ യൂണിറ്റ് നോക്കുന്നത്. അതിപ്പോൾ ഞാൻ പറയാൻ വെച്ചപ്പോൾ ഒരു ആഡ് ആണ്, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ തന്നെ, ആഡ് എ ബി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ക്ലോക്ക് പൾസിൽ ഇൻസ്ട്രക്ഷൻ ആഡ് എ ബി എന്നുള്ള ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്തു. രണ്ടാമത്തേൽ എന്ത് ചെയ്യാം, അതിലെ ഓപ്പറേഷൻ പാർട്ടൊക്കെ എടുക്കണമെന്ന് പറഞ്ഞില്ലേ, ആഡാണ് ഓപ്പറേഷൻ എന്ന് മനസ്സിലാക്കി. അടുത്തതിൽ ആ എയും ബിയുടെ അഡ്രസ്സൊക്കെ ഫെച്ച് ചെയ്തു. ദെൻ അത് അടുത്ത ക്ലോക്ക് പൾസിൽ അത് ആഡ് ചെയ്തു, അതായത് ആക്ച്വൽ പ്രോസസ്സിങ് എയും ബിയും തമ്മിൽ ആഡ് ചെയ്തു. പിന്നത്തെ ക്ലോക്ക് പൾസിൽ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു, ഔട്ട്പുട്ട് യൂണിറ്റിന് കൊടുത്തു. അങ്ങനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോ ഓപ്പറേഷൻ നടക്കുക. ഓരോ ക്ലോക്ക് പൾസിലും ഓരോ ഓപ്പറേഷനായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ക്ലോക്ക് ഇസ് ഹൗ ദ കൺട്രോൾ യൂണിറ്റ് കീപ്സ് ടൈം. ദിസ് ഇസ് സംടൈംസ് റെഫേർഡ് ടു ആസ്, നമ്മളിങ്ങനെ പറയും കേട്ടോ, ക്ലോക്ക് ടൈം എന്നുള്ളത് പ്രോസസ്സർ സൈക്കിൾ ടൈം, ക്ലോക്ക് സൈക്കിൾ ടൈം, അങ്ങനെ പല പേരുകളുണ്ട് കേട്ടോ. അടുത്ത ഇൻപുട്ട് എവിടുന്നാണ് വരുന്നത്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ അകത്ത് കറണ്ട് ഇൻസ്ട്രക്ഷനാണ് ഉണ്ടാവുക. ആ ഇൻസ്ട്രക്ഷന് മെയിനായിട്ട് പറയുമ്പോൾ 2 പാർട്ട് ഉണ്ടാവും. ഒരു പാർട്ട് അഡ്രസ്സും രണ്ടാമത്തെ പാർട്ട് ഓപ്പറേഷനും. ആഡ് ആണെച്ചാൽ ആഡ്, മൾട്ടിപ്ലിക്കേഷൻ ആണെച്ചാൽ മൾ, അങ്ങനെ ആ ഓപ്പറേഷൻ ഉണ്ടാവും. ആ ഓപ്പറേഷൻ കിട്ടിയാലാണ് അതിന് വേണ്ട കൺട്രോൾസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടായി ആ ഓപ്പറേഷൻ നമ്മൾ കൺട്രോൾ പാർട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററാണ് ഒരു ഇൻപുട്ട് വരാൻ കാരണം. ദ ഓപ്പ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ പാർട്ട് എന്നാണ് കേട്ടോ. അതായത് ഇപ്പം ഞാനിവിടെ ഇങ്ങനെ എഴുതി, എൻ്റെ ഇൻസ്ട്രക്ഷൻ ഇതാട്ടോ, ആഡ് 5,6. ഇപ്പം ഇതിൻ്റെ അഡ്രസ്സാണ് വേണ്ട കേട്ടോ. അപ്പോൾ എയും ബിയും എന്തെങ്കിലും അഡ്രസ്സ് ആഡ് 5,6 ആഡ് ചെയ്യണം. അപ്പോൾ ഈ ആഡ് എന്ന് പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ, ഇയാളാണ് നമ്മളുടെ ഓപ്പ് കോഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻ പാർട്ട് എന്ന് പറയുന്നത്. സോ ദിസ് ഓപ്പ് കോഡ് ഓഫ് ദ കറണ്ട് ഇൻസ്ട്രക്ഷൻ ഇസ് യൂസ് ടു ഡിറ്റർമിൻ വിച്ച് മൈക്രോ ഓപ്പറേഷൻസ് ടു ബി പെർഫോം ഡ്യൂറിങ് ദ എക്സിക്യൂട്ട് സൈക്കിൾ. അപ്പോൾ ഈ ആഡ് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടായിരിക്കുക. സബ്ട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്താലാണ് നമ്മളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഇൻപുട്ട് വരാൻ കാരണം. മനസ്സിലായല്ലോ, ഓപ്പറേഷൻ കോഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്ലാഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ചില സ്റ്റാറ്റസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചില എറർ കണ്ടീഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അങ്ങനെ ഒരു സിംഗിൾ ബിറ്റാണ് ഫ്ലാഗ്. ഒരു രജിസ്റ്റർ പോലെ തന്നെ ഒരു ബിറ്റ് ഉണ്ടാവുള്ളൂ, ഐദർ 1 or 0.
അപ്പോൾ ആ ഫ്ലാഗ്സും കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കാറുണ്ട് ഇൻപുട്ടായിട്ട്. ദീസ് ആർ നീഡഡ് ബൈ ദ കൺട്രോൾ യൂണിറ്റ് ടു ഡിറ്റർമിൻ ദ സ്റ്റാറ്റസ് ഓഫ് ദ CPU ആൻഡ് ദ ഔട്ട്കം ഓഫ് പ്രീവിയസ് ALU ഓപ്പറേഷൻ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ടാണ്, റെഡി ആണോ അല്ലയോ അങ്ങനത്തെ ഓരോന്നിനൊക്കെ സ്റ്റാറ്റസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇവിടെ ഒരു ഇൻപുട്ട് വരുന്നില്ലേ, കൺട്രോൾ സിഗ്നൽസ് ഫ്രം കൺട്രോൾ ബസ്. The control bus portion of the system bus provides signal to control units such as interrupt signal, acknowledgements, etc. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിന് വേണ്ട സിഗ്നൽസും നമ്മളുടെ ബസ്സിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും. ലൈക്ക് ഇൻറ്ററപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ആ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അക്നോളജ്മെൻറ്റ് വരാം. അല്ലെങ്കിൽ ഡാറ്റ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഡാറ്റ കിട്ടി എന്ന് പറഞ്ഞിട്ട് അക്നോളജ്മെൻറ്റ് വരാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അക്നോളജ്മെന്റ് അല്ലെങ്കിൽ ഇന്ററപ്റ്റ് എന്ന് പറയും. അതായത് അർജന്റായിട്ട് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ അർജന്റായിട്ടൊരു വർക്ക് വന്നു, അത് നമ്മൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇന്ററപ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നിർത്തി വെച്ചിട്ട് അത് ചെയ്യും. സോ ഇന്ററപ്റ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെയെല്ലാം ഈ വഴി കൂടെ വരുന്നത് കേട്ടോ. കൺട്രോൾ സിഗ്നൽസ് ഫ്രം കൺട്രോൾ ബസ്. ഓക്കെ, സോ ദീസ് ആർ ദ ഇൻപുട്സ് ഓഫ് ദ കൺട്രോൾ യൂണിറ്റ്. ഫസ്റ്റ് വൺ ക്ലോക്ക്, ടൈമിംഗ് കൊടുക്കാനാണ് ക്ലോക്ക്. പിന്നെയുള്ളത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണ്, ആ ഓപ്പറേഷൻ ഏതാണെന്ന് കൊടുക്കാനാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഫ്ലാഗുകളുണ്ട് സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കാനായിട്ട്. കൺട്രോൾ സിഗ്നൽസ് ഫ്രം കൺട്രോൾ ബസ്, അക്നോളജ്മെന്റോ ഇന്ററപ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ. അപ്പോൾ ഇൻപുട്സ് കഴിഞ്ഞു. ഇനി നമ്മുടെ ഔട്ട്പുട്ട് എന്തൊക്കെയാണുള്ളത്? രണ്ട് ഔട്ട്പുട്ടാണ് കാണുന്നത് അല്ലേ. കൺട്രോൾ സിഗ്നൽസ് വിത്തിൻ CPU, കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ബസ്. അപ്പോൾ CPU-ൻ്റെ അകത്ത് 3 ആൾക്കാരുണ്ട്, രജിസ്റ്ററും ALU-യും CU. അപ്പോൾ അവർക്കൊക്കെ വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കാം, അതാണ് ഈ വിത്തിൻ CPU. അതുപോലെ മെമ്മറി പുറത്തെ ആൾക്കാർക്ക് കൊടുക്കാം, മെമ്മറിക്ക് ഇൻപുട്ട് ഔട്ട്പുട്ടിനൊക്കെ കൊടുക്കാനാണ് കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ബസ്. അത് സിസ്റ്റം ബസ് വഴിയാണ് പോകുന്നത്. ഔട്ട്പുട്ട്സ് ആർ control signals within the CPU. These control signals are of two types: those that cause data to be moved from one register to another, those that activate specific ALU function. അപ്പോൾ ഈ CPU-ൻ്റെ ഉള്ളിൽ ഉള്ള സിഗ്നൽസ് എന്ന് പറയുമ്പോൾ CPU-ൻ്റെ ഉള്ളിൽ ആരൊക്കെയുള്ളത്? കൺട്രോൾ യൂണിറ്റ് കൂടാണ്ട് രജിസ്റ്ററും ഉണ്ട്, ALU ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സിഗ്നൽസ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ രജിസ്റ്റേഴ്സിൽ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ALU-ന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം. ALU-നോട് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ, അഡീഷൻ ചെയ്യൂ, സബ്ട്രാക്ഷൻ ചെയ്യൂ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻ, എന്തെങ്കിലും ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസും ആയിരിക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് കൺട്രോൾ സിഗ്നൽസ് വിത്തിൻ ദ CPU-ൽ വരുന്നത്. കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ബസ്, അതായത് പുറത്തേക്കുള്ളത്, പുറത്തേക്ക് എന്ന് പറയുമ്പോൾ മെമ്മറിയിലോട്ടോ IO-ലോട്ടോ ഇൻപുട്ട് ഔട്ട്പുട്ടിലോട്ടോ ആവാം. അപ്പോൾ അങ്ങോട്ടുള്ള ഡാറ്റാസ് വരുന്ന സിഗ്നൽസ് ആണ് കൺട്രോൾ സിഗ്നൽസ് ടു കൺട്രോൾ ബസ്. ദീസ് കൺട്രോൾ സിഗ്നൽസ് ആർ അഗെയിൻ ഓഫ് ടു ടൈപ്സ്: കൺട്രോൾ സിഗ്നൽസ് ടു മെമ്മറി ആൻഡ് കൺട്രോൾ സിഗ്നൽസ് ടു IO മൊഡ്യൂൾ. ഞാൻ പറഞ്ഞല്ലോ, മെമ്മറിയിലോട്ടുള്ള സിഗ്നൽസ് ആണെങ്കിൽ ഒന്ന്, IO-ലേക്കുള്ള സിഗ്നൽസ് ആണെങ്കിൽ അടുത്തത്. അപ്പം നമ്മുടെ ഇൻപുട്ടും ആയി ഔട്ട്പുട്ടും ആയി. ഓക്കെ, സോ കൺട്രോൾ യൂണിറ്റ് എല്ലാവരും കൺട്രോൾ ചെയ്യുന്നവരാണ്. ആ കൺട്രോൾ യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് പറയാൻ, കൺട്രോൾ യൂണിറ്റ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇന്റേണൽ സർക്യൂട്ടറി ഉണ്ട്, അത് കൂടാണ്ട് ഇൻപുട്സും ഉണ്ട് ഔട്ട്പുട്സും ഉണ്ട്. ഇൻപുട്സ് നമ്മൾ പറഞ്ഞു, ഔട്ട്പുട്സും പറഞ്ഞു. അടുത്തത് കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഈ കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാന്നുള്ളത് ശരിക്കും ഇത് ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. ആൻഡ് ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റി രണ്ടും സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട്, നമ്മൾക്കിപ്പം ഡിഗ്രി ലെവലിലൊക്കെ ആണെങ്കിൽ 5th സെമ്മിലൊക്കെ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെ ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ ആണ് ഇപ്പോൾ പറയുന്നത്. കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെൻറ്റേഷൻ, കൺട്രോൾ യൂണിറ്റ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, CPU-ൻ്റെ അകത്ത് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന അയാളെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ 2 തരത്തിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക. ആദ്യത്തത് ഹാർഡ്വെയർഡ് ഇംപ്ലിമെൻറ്റേഷൻ, രണ്ടാമത്തത് മൈക്രോ പ്രോഗ്രാംഡ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഹാർഡ്വെയർഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാർഡ്വെയർ വെച്ചിട്ട്, അതായത് അത് ഹാർഡ്വെയർ കമ്പോണൻസ്, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഗേറ്റ്, അങ്ങനെ കുറേ അതായത് ഇലക്ട്രോണിക് കമ്പോണൻസ് വെച്ചിട്ട്, ഹാർഡ്വെയർ വെച്ചിട്ട് നമ്മളൊരു കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഹാർഡ്വെയർഡ് ഇംപ്ലിമെൻറ്റേഷൻ. Okay, the hardware approach views the control unit as a sequential logic circuit for a finite state machine that generates specific sequence of control signals in response to externally supplied instruction. അതായത് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഹാർഡ്വെയർ ആണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സർക്യൂട്ട്സും, ഇതിപ്പോൾ ഞാൻ വരച്ച സർക്യൂട്ട്സ് ഒന്നും ആവില്ല, ഓക്കെ ഇങ്ങനെ കിടക്കട്ടെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ സർക്യൂട്ട്സ്, അതായത് ഹാർഡ്വെയർ ആയിട്ടുള്ള മെക്കാനിസംസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ കുറേ സർക്യൂട്ടറി എല്ലാം ഉണ്ടായിരിക്കും. ഇവിടേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ഇയാൾ ഈ സർക്യൂട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹാർഡ്വെയർഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ്സ് എ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് ആണ്. ദാറ്റ് ജനറേറ്റ്സ്, അത് ജനറേറ്റ് ചെയ്യും സ്പെസിഫിക് സീക്വൻസ് ഓഫ് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഹാർഡ്വെയർ സർക്യൂട്ടാണ് ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷനിൽ ഉണ്ടാവുന്നത്.
The sequential logic is designed with the usual goals of. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറയാൻ പോകുന്നു കേട്ടോ. മിനിമൈസിങ് ദ നമ്പർ ഓഫ് കമ്പോണൻസ്. അപ്പൊ ഹാർഡ്വെയർ ആണ്, എന്നാലും അതിനുള്ള കമ്പോണൻസ് ഒക്കെ മിനിമൈസ്ഡ് ആയിരിക്കും. അതുപോലെ മാക്സിമൈസിങ് ദ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. ഈ ഓപ്പറേഷൻ സ്പീഡും കൂട്ടണം. ഇത് രണ്ടും കമ്പോണൻസ് കുറയ്ക്കണം, ഓപ്പറേഷൻ സ്പീഡ് കൂട്ടണം. Once a unit is constructed, the only way to implement changes is to redesign the entire unit. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് ആണ് ഹാർഡ്വെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റും ഫ്ലിപ്പ് ഫ്ലോപ്പും, അതായത് എക്സ്ട്രാ ഹാർഡ്വെയർസ് വെച്ചിട്ട് ചെയ്യാം. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോഴത്തെ പ്രോബ്ലം ഇതാണ്, പിന്നെന്താ, ഇതെല്ലാം ഹാർഡ്വെയർ അല്ലേ, നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്ന് വിചാരിക്കാം. ഈ ചേഞ്ച് വരുത്തണമെങ്കിൽ ഈ വയറും ഈ ഗേറ്റുകളും ഈ ഫ്ലിപ്പ് ഫ്ലോപ്സും അങ്ങനെയുള്ള എല്ലാ ഹാർഡ്വെയർ കമ്പോണൻസും ചേഞ്ച് ചെയ്യേണ്ടി വരും, റീഡിസൈൻ ചെയ്യേണ്ടി വരും. അതൊരു പ്രോബ്ലം ആണ്. സോ ദ മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് അപ്രോച്ച് വെൻ സ്പീഡ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആണ്, സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ പ്രോബ്ലം ഫ്ലെക്സിബിൾ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് വരുത്തണം, അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് വെക്കണം, അപ്ഡേഷൻസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൊത്തം സർക്യൂട്ടറി അങ്ങോട്ട് മാറ്റേണ്ടി വരും. അതൊരു വലിയ പ്രോബ്ലം ആണ്, കോസ്റ്റും കൂടുതലായിരിക്കും. അപ്പോൾ അടുത്ത കാറ്റഗറി എന്താ, മൈക്രോ പ്രോഗ്രാംഡ് ഇംപ്ലിമെന്റേഷൻ. മൈക്രോ പ്രോഗ്രാം, ആ പേര് തന്നെ അറിയാം, പ്രോഗ്രാം ആണ്. മറ്റേത് ഹാർഡ്വെയർ ആണെങ്കിൽ ഇത് സോഫ്റ്റ്വെയർ ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഒരു മെമ്മറി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, റാമും റോമും എന്നൊക്കെയുള്ള മെമ്മറി പഠിച്ചിട്ടില്ലേ. ഇതൊന്നും കൂടാണ്ട് എക്സ്ട്രാ ഒരു മെമ്മറി ഉണ്ട്, കൺട്രോൾ മെമ്മറി എന്ന് പറയും. ഈ കൺട്രോൾ മെമ്മറിയുടെ ഉള്ളിലാണ് കൺട്രോൾ സിഗ്നൽസ് ഒക്കെ ചെയ്യുന്നത്. അതായത് നമുക്ക് കമ്പ്യൂട്ടർ നമ്മുടെ കയ്യിൽ കിട്ടുന്നേക്കാളും മുന്നേ കമ്പ്യൂട്ടറിന്റെ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ ഇവർ എല്ലാ ഇൻസ്ട്രക്ഷൻസും മൈക്രോ ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു ആഡ് ചെയ്തു, എഡീഷൻ ചെയ്യണമെങ്കിൽ, എഡീഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ആർക്കൊക്കെ സിഗ്നൽസ് കൊടുക്കണം, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, അതെല്ലാതും മുന്നേ കൂട്ടി പ്രോഗ്രാം ചെയ്തു. അതുപോലെ ഇപ്പോൾ സബ്ട്രാക്ഷൻ വന്നു, അങ്ങനെ എന്തൊക്കെ ഓപ്പറേഷൻസ് ഒരു കമ്പ്യൂട്ടറിൽ വരാവോ ആ ഓപ്പറേഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട സിഗ്നൽസ്, കൺട്രോൾ സിഗ്നൽസ് മുന്നേ കൂട്ടി പ്രോഗ്രാം ചെയ്ത് സ്റ്റോർ ചെയ്ത് ഒരു മെമ്മറിയിൽ വെച്ചിരിക്കുക. അതാണ് കൺട്രോൾ മെമ്മറി. അങ്ങനത്തെ ഇംപ്ലിമെന്റേഷൻ ആണ് മൈക്രോ പ്രോഗ്രാംഡ് ഇംപ്ലിമെന്റേഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, ഈ ആഡ് വന്നാൽ എന്തൊക്കെ ചെയ്യണം, അതിന് വേണ്ട സർക്യൂട്ട്, സബ്ട്രാക്ട് വന്നാൽ എന്ത് വേണം, അതിന് വേണ്ട സർക്യൂട്ട്, അങ്ങനെ എല്ലാം ഫിസിക്കൽ ഹാർഡ്വെയർ സർക്യൂട്ട് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഇവിടെ അങ്ങനെയല്ല, പകരം പ്രോഗ്രാം ആയിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് control unit design in which control signal selection and sequencing information is stored in a ROM called എന്താ പേര്, കൺട്രോൾ മെമ്മറി. ഇതാണ് എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമല്ലോ കേട്ടോ. കൺട്രോൾ മെമ്മറി എന്ന് പറഞ്ഞൊരു മെമ്മറിയുടെ അകത്താണ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ദ കൺട്രോൾ സിഗ്നൽ ടു ബി ആക്ടിവേറ്റഡ് അറ്റ് എനി ടൈം സ്പെസിഫൈഡ് ബൈ എ മൈക്രോ ഇൻസ്ട്രക്ഷൻ. അപ്പൊ എല്ലാ കൺട്രോൾ സിഗ്നലും മെമ്മറിയുടെ അകത്ത് ഉണ്ടാവും. അറ്റ് എ ടൈം ആരാണ് വേണ്ടത്, ഏത് സിഗ്നലാണ് വേണ്ടതെന്നുള്ളത് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ പറയും. നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ മൈക്രോ ഇൻസ്ട്രക്ഷനെ പറയുന്നതിനനുസരിച്ചിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ആണ് ആക്ടിവേറ്റ് ചെയ്യുക. മെമ്മറിയിൽ നിന്ന് കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നൽ എടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യും. Microprogramming provides a systematic, simple, flexible, and really inexpensive method of control unit design. Since control functions can easily be changed by changing the stored microprogram. ഫ്ലെക്സിബിൾ ആണെന്നൊക്കെ പറയാൻ കാരണം നമുക്ക് എന്തെങ്കിലും അഡീഷൻസോ ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹാർഡ്വെയർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ആകെ മാറ്റേണ്ടത് എന്താ, അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള കൺട്രോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലേ ഉള്ളത്, ഈ മൈക്രോ പ്രോഗ്രാം. ഇതിന് മാത്രം ചേഞ്ചസ് വരുത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ഇൻഎക്സ്പെൻസീവ് എന്നും പറയാൻ പറ്റും നമുക്ക്. അപ്പം അതിന്റെ ബുദ്ധിമുട്ട് കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഎക്സ്പെൻസീവ് എന്ന് പറയാൻ കാരണം ഈ ഒരു ചേഞ്ചിങ് കേട്ടോ, അപ്ഡേഷൻ എളുപ്പം എന്ന് മാത്രം. But they are more costly due to presence of control memory and its access circuitry. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിനേക്കാളും കോസ്റ്റ്ലി ആണ് ഇത്. കാരണം നമുക്ക് ഇതിൽ എക്സ്ട്രാ ഒരു മെമ്മറി വേണം, നോർമൽ മെമ്മറി കൂടാണ്ട് കൺട്രോൾ മെമ്മറി വേണം, അതിനെ ആക്സസ് ചെയ്യാനുള്ള സർക്യൂട്ട് വേണം. സോ അതുകൊണ്ട് കോസ്റ്റ്ലി ആണ്. അതുപോലെ തന്നെ അവർ സ്ലോവറും ആണ്. കാരണം എന്താ, രണ്ട് മെമ്മറിയിൽ നിന്നുള്ള ആക്സസിങ് വേണം അല്ലേ, എക്സ്ട്രാ ടൈം വേണം നമുക്ക്. കൺട്രോൾ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യണം, കൺട്രോൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണം, അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ എക്സ്ട്രാ ടൈം വേണം. അതുകൊണ്ട് തന്നെ മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ സ്ലോവർ ആണ്. അപ്പൊ ഇത്രയാണ് കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെന്റേഷൻ ഉള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. കൺട്രോൾ യൂണിറ്റ് മാത്രം കേട്ടോ. കൺട്രോൾ യൂണിറ്റ് ഇംപ്ലിമെന്റേഷൻ രണ്ട് തരത്തിലുള്ളത്, ഹാർഡ്വെയർഡും മൈക്രോ പ്രോഗ്രാംഡും. ഹാർഡ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ സർക്യൂട്ടറി വെച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാതും. ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഗേറ്റ്, അങ്ങനെയൊക്കെയുള്ള ഹാർഡ്വെയർ സർക്യൂട്ടറി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ അല്ല, ചേഞ്ചസ് വന്നാൽ നമ്മൾ ഈ എൻറ്റയർ സർക്യൂട്ട്സ് മാറ്റേണ്ടി വരും.
ഇനി മൈക്രോ പ്രോഗ്രാംഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ അത് ഹാർഡ്വെയർ ആണെങ്കിൽ ഇത് സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്കൊരു എക്സ്ട്രാ മെമ്മറി ഉണ്ട്, കൺട്രോൾ മെമ്മറി. ആ കൺട്രോൾ മെമ്മറിയുടെ അകത്താണ് നമ്മൾ എല്ലാ കൺട്രോൾ സിഗ്നൽസും ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ കറണ്ട് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ വരുന്നത്, ആഡോ മൾട്ടിപ്ലിക്കേഷനോ സബ്ട്രാക്റ്റോ എന്താണോ വരുന്നത്, അതിനനുസരിച്ചുള്ള കൺട്രോൾ സിഗ്നൽ ഈ കൺട്രോൾ മെമ്മറിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് ഇൻഎക്സ്പെൻസീവ് ആണ്, മീൻസ് അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, സിമ്പിൾ ഒക്കെയാണ്. പക്ഷെ പ്രോബ്ലം ഇതാണ്, എക്സ്ട്രാ മെമ്മറി വരുന്നു, എക്സ്ട്രാ സർക്യൂട്ട്സ് വരുന്നു, കോസ്റ്റ് കൂടില്ല. അതുപോലെ തന്നെ സ്ലോ ആണ്, മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ സ്ലോ ആണ്. ഇത്രയാണ് മൈക്രോ പ്രോഗ്രാംഡ് ഇംപ്ലിമെന്റേഷനിൽ പറയുന്നത്. ഓക്കെ, സോ അത്യാവശ്യം ലെങ്തി ടോപ്പിക് ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ കണ്ടന്റ് ഒക്കെ വളരെ ഈസിയാണ് കേട്ടോ. CPU-ന്റെ ഓർഗനൈസേഷനാണ് നമ്മൾ പറഞ്ഞത്, ബസ് എന്താന്ന് പറഞ്ഞു, ദെൻ രജിസ്റ്റേഴ്സ്, ALU, കൺട്രോൾ യൂണിറ്റ്, ലാസ്റ്റ് കൺട്രോൾ യൂണിറ്റ്, ഇംപ്ലിമെന്റേഷൻ. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിലോ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. ഓക്കെ, താങ്ക് യു.